മാഡം മാഡമോ? ഓ അയ്യോ അല്ല ഋതിക, ഇടയ്ക്കിടയ്ക്ക് ഈ നശിച്ച മാഡം വിളി അറിയാതെ വരുന്നത്. അല്ല, ഇവിടെ എന്താ രാജു? ഇവിടെ വരാനാ മഹാനായ എന്റെ അളിയൻ പറഞ്ഞത്. മഹാനായ അളിയനോ? മണിക്കുട്ടനാണല്ലോ. മണിക്കുട്ടനോ? ഏത് മണിക്കുട്ടൻ? ആനന്ദം പിള്ളയുടെ നീക്കങ്ങൾ അറിയാനേ ഞാൻ അയാളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്ന നമ്മുടെ ഒരാള്. മെസ്സഞ്ചർ? ആ മണിക്കുട്ട. ആ രാജു പറഞ്ഞതനുസരിച്ച് ഞാൻ അയാളുടെ കൂടെ കൂടിയിട്ടുണ്ട്. അയാളുടെ എല്ലാ നീക്കങ്ങളും ഞാൻ അപ്പപ്പോ രാജുവിനെ അറിയിക്കാം. ഓക്കെ മണിക്കുട്ട, ഓക്കെ. ആ പിന്നെ മണിക്കുട്ട, വളരെ സൂക്ഷിച്ചു വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. ആനന്ദം പിള്ള കാണുന്ന പോലെയൊന്നും അല്ല. പിശാച, രക്തം കുടിക്കുന്ന പിശാച്. ഇവനെയൊക്കെ എനിക്ക് നല്ല ഭംഗിയായിട്ട് അറിയാം രാജു. ഞാൻ സൂക്ഷിച്ചോളാം. ശരിയെന്നാ, ഓക്കെ മണിക്കുട്ട. രാജു, ഈ ആനന്ദം പിള്ളയ്ക്ക് അച്ഛനോട് എന്താ ഇത്ര ശത്രുത? അയാള് പണ്ട് പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്തെ തുടങ്ങിയ ഒരു ഈഗോ ക്ലാഷാ. അളിയിലെന്താ താമസിക്കുന്ന? ഇനി ആള് വരുമോ രാജു? പണ്ട് വടിവെച്ചെടുത്ത് കൂടെ വെക്കാത്ത ആളായിരുന്നു എന്റെ അളിയൻ. ഈയിടെ സ്വഭാവത്തിനൊക്കെ ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. അത് പാവം പ്രിയേച്ചിയുടെ പ്രാർത്ഥനയുണ്ട്. നിർത്തണ ചില്ലറയൊന്നുമില്ല, ശമ്പളം കിട്ടോ തന്നേക്കാം കേട്ടോ. ഓ ശരി ശരി. അളിയാ വരുന്നേ. ഓട്ടോ റിട്ടേണാ, അതിന് കാശ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഓ 60,000 രൂപ സാലറി മേടിക്കുന്ന ആളല്ലേ അളിയൻ. ഈ ഓസി ഒന്ന് നിർത്തിക്കൂടെ? അത് നിന്റെ പെങ്ങളോട് കൂടി പറ. ഞാൻ കുടിക്കുമെന്ന് കരുതി അവൾ എന്റെ പേഴ്സ് വരെ പിടിച്ചു വാങ്ങി വെച്ചിരിക്കുക. അത് പിന്നെ കുടിയനായതുകൊണ്ടല്ലേ? അതെനിക്കറിയാം. മോളുടെ സപ്പോർട്ട് ഉള്ളോണ്ടാ അവളുടെ ഈ പുരുഷ പീഡനം. ആ അളിയൻ വിളിച്ച കാര്യം പറയാ അളിയ. എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞ? അളിയ, ഇന്നൊരു സംഭവം ഉണ്ടായി. എന്റെ ബോസ് വടയക്ഷി അംബികയും സാക്ഷാൽ ആനയെ വിഴുങ്ങിയ ആനന്ദപിള്ളയും തമ്മില് ഒരു കൂടിക്കാഴ്ച നടന്നു. കൂടിക്കാഴ്ച? എവിടെ വെച്ച്? പറയാം. അവര് തമ്മില് സംസാരിച്ചാളെയും കേട്ടില്ലേ? കേൾക്കാൻ ഞാൻ ആവത് ശ്രമിച്ചതാ, പക്ഷേ കേൾപ്പിക്കാൻ അവർ അനുവദിച്ചില്ല. എന്താണെങ്കിലും അതൊരു ഡീലാണ്. അവളും അയാളും തമ്മില് കൈ കൊടുക്കുന്നത് ഞാൻ കണ്ടു. ആപത്താണല്ലോ അളിയ. അകലേ നോവിനാലേ